കുഴപ്പമാ. എന്താ? അപ്പാവും മാമനും കൂടി അനന്തുവിനെ തല്ലിക്കാൻ ഒരു വലിയ റൗഡിയെ കൊണ്ടുവരാൻ പോവുകയാണ്. 3-4 പേരെ കൊന്നിട്ടുള്ള ആളാണത്രേ. അനന്തു എന്നും തന്നെ ഇവിടുന്ന് പൊയ്ക്കോളൂ. കുറച്ചു ദിവസം കഴിഞ്ഞു വന്നാ മതി. സാവിത്രിയോട് ഇതാരാ പറഞ്ഞത്? അപ്പാവും മാമനും കൂടി പറയുന്നത് ഞാൻ കേട്ടതാ. അനന്തു കുളിക്കാനൊന്നും നിൽക്കണ്ട, ഇപ്പൊ തന്നെ പൊയ്ക്കോളൂ. എണ്ണ തിരിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ, അത് തുടച്ചു കളഞ്ഞ. തച്ചോളി ഉദയനന്റെ തറവാട്ടിൽ പിറന്ന അനന്തൻ ഒരു ഭീരുവിനെ പോലെ ഒളിച്ചോടാനൊന്നും തീരുമാനിച്ചിട്ടില്ല. വേണ്ട, അനന്തു ഒന്നിനും നിൽക്കണ്ട. എങ്കിൽ സാവിത്രിക്കുട്ടി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അനുസരിക്കാം. വീരചരമമടഞ്ഞ തച്ചോളി തറവാട്ടിലെ പിതാമഹന്മാർ മുകളിൽ നിന്ന് പരിഹസിക്കുമായിരിക്കും. എനിക്കതൊരു പ്രശ്നമല്ല. ഉമ്മിണിത്തങ്കയെയും ഉണ്ണിയാർച്ചയെയും സാവിത്രിക്കുട്ടിയെയും പോലുള്ള വീരാംഗനകളുടെ മനസ്സ് വേദനിപ്പിക്കാൻ ഈ അനന്തന് കഴിയില്ല. അടുത്ത ബസ്സിന് തന്നെ ഞാൻ പുറപ്പെടുകയായി. ചീങ്കണ്ണി രാമു? അതെ, 2-3 പേരെ കൊന്നിട്ടുള്ള വലിയ റൗഡിയാണ്. സാമിയും വെങ്കിടിയും കൂടി അയാളെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുക. നീ ഒന്ന് ചുമ്മാ ഇരിക്കുക. ചീങ്കണ്ണി മുതലേ അതൊക്കെ നമ്മളെ വരട്ടാൻ വേണ്ടി ഇറക്കുന്ന ഓരോ നമ്പരാ. ഏയ്, ഇതങ്ങനെയല്ല. അപ്പുണ്ണി മാഷ് ഇപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കാർക്കും ഒരു കുഴപ്പമില്ല, ആ കളരിക്കാരനെ മാത്രം തട്ടിയാൽ മതി എന്നാ പറഞ്ഞിരിക്കണേ. കൊണ്ടുവരട്ടെ. ചീങ്കണ്ണി വരുമ്പോ അനന്തനോട് ഇല്ലായിരുന്ന പോരെ? അനന്തൻ നാട്ടിലേക്ക് പോയിക്കോ. അങ്ങനെ ഞാനൊരു ഒളിച്ചോട്ടം നടത്തിയാൽ സാവിത്രിക്കുട്ടി എനിക്ക് നഷ്ടപ്പെടും. തന്നെയുമല്ല, ഒരു റൗഡിയെ പേടിച്ച് നമ്മൾ ഇവിടെ ഒളിച്ചോടി പോകാനാണെങ്കിൽ പിന്നെ ആണുങ്ങളാണെന്ന് പറഞ്ഞ് മീശം വെച്ച് നടന്നിട്ട് എന്താ കാര്യം? ഞങ്ങളെ വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടികളുടെ ഗതി എന്താവും? ഏതായാലും ഞാൻ വീട്ടിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വരാം. അതെന്തിനാ? രണ്ടും കൽപ്പിച്ച് ഞാൻ ചീങ്കണ്ണിയോട് ഏറ്റുമുട്ടാൻ പോവുക. ഒന്നുകിൽ ഞാൻ വിജയിയാകും, അല്ലെങ്കിൽ രക്തസാക്ഷി. അമ്മേ, ദേ ഏട്ടൻ വന്നു. എന്താ ഏട്ടാ വൈകിയത്? ഏട്ടനെ കാണാഞ്ഞ് അമ്മ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ ഒരു കത്തെങ്കിലും അയക്കാൻ ഞാൻ. ഒട്ടും റെസ്റ്റ് ഇല്ലായിരുന്നു. ഡേ ആൻഡ് നൈറ്റ് വർക്കാ. അതെന്ത് ജോലി? ഒരു കത്തെഴുതാൻ പോലും നേരം കിട്ടാത്ത. അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? അല്പം കുറവുണ്ട്. അനന്തേട്ടനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഒരാഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. ഇന്നലെ പോയതാ, ഇതുവരെ വന്നില്ല. അമ്മേ, അമ്മേ, അമ്മയുടെ കരച്ചില് കാണാനാണോ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്? വീട് വിട്ടാ നീ ഞങ്ങളെല്ലാവരെയും മറക്കുമല്ലേ കൂട്ടാ? മറന്നിട്ടൊന്നുമല്ല അമ്മേ, കുറച്ച് ജോലി തിരക്കുണ്ടായിരുന്നു. എന്താ നിന്റെ ജോലി? ഒരു സ്വാമിയുടെ കടയിൽ കണക്കെഴുത്താ. ആ സ്വാമിയുടെ കഷ്ടകാലം. അതെന്താ? കണക്കിന് 0 മാർക്ക് വാങ്ങിച്ച ആളാ. സ്വാമിയുടെ കണക്കും അത്രേ കാണൂ. മതി മതി, നിർത്ത. അനന്തേട്ടൻ വന്നപ്പോ രൂപ വല്ലതും കൊണ്ടുവന്നു അമ്മേ? പിന്നെ ആ രൂപ കൊണ്ട് 1 കിലോ സ്വർണം വാങ്ങി വെച്ചിട്ടുണ്ട്, പെൺപിള്ളേരുടെ കല്യാണം നടത്താൻ. ഡോക്ടർ ഒരു ടോണിക്കിന് എഴുതി തന്നിട്ട് ഇതുവരെ വാങ്ങിയില്ല. ചേട്ടന്റെ കയ്യിൽ രൂപ വല്ലതും ഉണ്ടോ? പെട്ടെന്ന് പോകുന്നതുകൊണ്ട് സ്വാമിയുടെ കയ്യിൽ നിന്ന് കാശൊന്നും വാങ്ങാൻ പറ്റില്ല. പിന്നെ എനിക്ക് അനന്തേട്ടനെ കാണേണ്ട അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഇനി എവിടെ പോയാ തപ്പുന്നത്? എനിക്കാണെങ്കിൽ ഉടനെ മടങ്ങിപ്പോവുകയും വേണം. നീ ആ പരമുവിന്റെ കടയിൽ നിന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും അവൻ എങ്ങോട്ടാ പോയിരിക്കുന്നതെന്ന്. ചേട്ടന് ഇത് എവിടെയായിരുന്നു? അറിഞ്ഞേ തീരുള്ളൂ നിനക്ക്. ചേട്ടന് ഈ വീടിനോട് വല്ല ഉത്തരവാദിത്വം ഉണ്ടോ? കളരിയും അഭ്യാസവും ഒക്കെ ആയിട്ട് നാട് ചുറ്റി നടന്നാ മതിയല്ലോ. എന്നെ നീ ഉത്തരവാദിത്വം ഒന്നും പഠിപ്പിക്കണ്ട. നിന്നോട് ആര് പറഞ്ഞു എന്റെ പേരും പറഞ്ഞ് കണ്ട നാട്ടുകാരെയൊക്കെ പറ്റിച്ചടക്കാൻ? ഞാൻ ആരെയും പറ്റിച്ചിട്ടൊന്നുമില്ല. നുണ പറയുന്നോടാ പട്ടി. എനിക്ക് കുരുക്കൽ കൊടുത്തയച്ച കത്തും കൊണ്ട് നീ പോയില്ലേ? കളരി എന്താണെന്ന് എനിക്കറിയാമോടാ? എനിക്ക് കളരിയൊന്നും അറിയില്ല, പക്ഷേ ഈ വീട്ടിലെ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുകളും അറിയാം. കളരി അഭ്യാസം എന്നൊക്കെ പറഞ്ഞു നടന്നാൽ വയറ് നിറയില്ല ചേട്ടാ. പാചകത്തിന് നീ പണ്ടും മോശമൊന്നുമല്ല. ആൾമാറാട്ടം നടത്തിയിട്ട് നിന്ന് ന്യായം പറയുന്നോ? പൊയ്ക്കോണം എന്റെ മുമ്പിൽ നിന്ന്. അത് ചേട്ടനോട് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. നീയൊക്കെ പ്രശ്നത്തിൽ കുടുങ്ങാതിരുന്നാലേ അത്ഭുതമുള്ളൂ. അതല്ല ചേട്ടാ, എന്റെ ജീവൻ പോലും അപകടത്തിലാണ്. ചേട്ടന് മാത്രമേ എന്നെ രക്ഷിക്കാൻ പറ്റൂ. നോക്ക്, നിന്നെ രക്ഷിക്കാനും ഞാനില്ല, ശിക്ഷിക്കാനും ഞാനില്ല.
പുറത്തെവിടെ പോയിരിക്കുക? അനന്തനോ? അനന്തൻ എവിടെയാണ് ചോദിച്ചത്? എനിക്കറിയില്ല. എനിക്കറിയില്ല. കുറച്ചു മുമ്പ് പുല്ലേപ്പടം വഴി പോകുന്നത് കണ്ടു. അതാ പോയിരിക്കുന്നു. വേഗം എടുത്തോണ്ടോ. കൊച്ചനെ, നിന്റെ കളരി ഒന്ന് കാണട്ടെ. അത് പിന്നെ എന്തായി? നമ്മുടെ പരിപാടി എല്ലാം പൊളിഞ്ഞാ തോന്നുന്നു. എന്ത് പറ്റി? അല്ല, ചേട്ടൻ വലിയ കളരിയാശാനെന്ന് പറഞ്ഞിട്ട് പോത്തിനെ പോലെ അടി വാങ്ങിക്കുന്നു. അയ്യോ, അല്ല, അപ്പൂട്ടിനെ പോലെ അയാളും പടായാന്നോ? അതൊന്നുമല്ല. അനന്തേട്ടൻ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും. അയ്യോ, മനസ്സിൽ കണ്ടിട്ട് കാര്യമില്ല. ആദ്യം ശരീരം പടക്കാൻ നോക്കണ്ടേ? അല്ല, അങ്ങോട്ട് പോ.